സ്വർണ്ണക്കടത്തില് സംസ്ഥാന സർക്കാരിന് വീണ്ടും കോടതിയിൽ നിന്ന് വൻ തിരിച്ചടിയാണ് കിട്ടിയിരിക്കുന്നത്. എന്തായിരിക്കും ആ തിരിച്ചടിയുടെ ഒരു പ്രത്യാഘാതം ഉണ്ടാകാൻ പോകുന്നത്? സാറേ, നാണം കിട്ടും, അതാണ് പറയേണ്ടത്. എന്ന് വെച്ചാൽ ഈ വേണ്ടാത്തടത്ത് ചുണ്ണാമ്പ് തേക്കാൻ പോയാൽ എന്തായിരിക്കും അനുഭവം എന്നുള്ളതാണ്. ഈ സ്വർണ്ണക്കടത്ത് കേസ് ED അന്വേഷിക്കുന്നുണ്ട്, അത് NIA അന്വേഷിക്കുന്നുണ്ട്. അതിനെതിരെ ഒരു ജുഡീഷ്യൽ, അതായത് ഈ EDയുടെ അന്വേഷണത്തിനെതിരെ ED അനാവശ്യമായി സംസ്ഥാന സർക്കാരിനെയും ഇതുമായി ബന്ധപ്പെട്ട ചിലരെയൊക്കെ ബുദ്ധിമുട്ടിക്കുന്നു. മാത്രമല്ല ED ഉദ്യോഗസ്ഥർ അഴിമതിക്കാരാണ്, അവർ കൈക്കൂലി വാങ്ങുന്നു എന്നൊക്കെ ഒരുപാട് ആക്ഷേപങ്ങൾ ഇതിനെക്കുറിച്ച് ഉയർത്തി. ഇതൊന്നും നടക്കാതെ വന്നപ്പോൾ EDക്ക് മൂക്കുകയറിടാൻ വേണ്ടി ഈ സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ED ചില നടപടികളുമായിട്ട് മുന്നോട്ട് പോയത്. പ്രത്യേകിച്ചും നമുക്കറിയാം, മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിന്റെ മകൾക്കുമെതിരെ സ്വപ്ന സുരേഷ് നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. അപ്പൊ ഈ ആരോപണങ്ങൾ പുറത്തു വരികയും അതിന്റെ ചില തെളിവുകൾ സ്വപ്ന സുരേഷ് കൈമാറി എന്നാണ് പറയുന്നത്. നമുക്കറിയില്ല ഈ സ്വപ്ന സുരേഷ് കൈമാറിയ പരാതിയുടെയും തെളിവുകളുടെയും രേഖകളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ അതത് ഏജൻസികൾക്ക് അന്വേഷിക്കാതിരിക്കാൻ പറ്റുമോ? അതിപ്പോ NIA ആയാലും കേരള പോലീസ് ആയാലും ED ആയാലും കേസ് അന്വേഷിച്ചല്ലേ പറ്റുള്ളൂ. പരാതി കിട്ടിയാൽ നാളെ അതിന് കോടതി എന്തെങ്കിലും ചോദിച്ചാൽ, ഇപ്പൊ അന്വേഷണമില്ല, ഒരു പരാതി കിട്ടി, അന്വേഷണമില്ല, പരാതി മടക്കി അവിടെ വെച്ചിരിക്കുകയാണ്. നാളെ പരാതിക്കാരൻ കോടതിയിൽ പോകും, കോടതിയിൽ നിന്ന് ഇണ്ടാസ് വരും, ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ മറുപടി പറയണം, കോടതി തൂക്കിയെടുത്ത് ചെവിക്ക് പിടിക്കും. അപ്പൊ അതുകൊണ്ട് ഏത് ഏജൻസി ആയാലും ശരി, പരാതി കിട്ടിയാൽ അവർക്ക് അന്വേഷിച്ചേ മതിയാവും. ഇപ്പൊ അന്വേഷണമായിട്ട് ED മുന്നോട്ട് പോയപ്പോൾ EDക്ക് മൂക്കുകയറിടാൻ വേണ്ടിയിട്ട് ഒരു ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ചു, EDയുടെ പ്രവർത്തനങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി. ഇത് കേട്ട് കേൾവിയില്ലാത്ത കാര്യമല്ലേ സാർ? ഒരു കേന്ദ്ര ഏജൻസിക്കെതിരെ സംസ്ഥാന സർക്കാരിനോ സംസ്ഥാന പോലീസിനോ അന്വേഷണം നടത്താൻ സാധിക്കുമോ? നമ്മുടെ നിയമത്തിൽ, നമ്മുടെ സിസ്റ്റത്തിൽ അതിനുള്ള വകുപ്പുണ്ടോ? ഈ പറയുന്ന നിയമപരമായിട്ട് നിലനിൽക്കുന്ന ഒരു കാര്യമാണോ അത്? പിന്നെ ഇത് ആരെ ഭയപ്പെടുത്താനാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? മുഖ്യമന്ത്രി നാഴികയ്ക്ക് 40 വട്ടം പറയും, മടിയിൽ കനമില്ലാത്തവന് വഴിയിൽ പേടിക്കേണ്ട. മടിയിൽ കനമില്ലെങ്കിൽ പിന്നെ എന്തിന് നിങ്ങൾ EDക്കെതിരെ ഈ ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ചു? ഇക്കാര്യത്തിൽ നിയമപരമായ ഏതെങ്കിലും തരത്തിലുള്ള ഉപദേശം തേടിയിട്ടാണോ ഇത് ചെയ്തത്? 2 ജഡ്ജിമാരെ അതിനുവേണ്ടി, ഒരു സിറ്റിംഗ് ജഡ്ജി 1 or 2 കൃത്യമായിട്ട് എനിക്കറിയില്ല, എന്തായാലും ജുഡീഷ്യൽ കമ്മീഷനെയാണ് നിയോഗിച്ചത്. അത് ED ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്തു. സിംഗിൾ ബെഞ്ച് അതിന് സ്റ്റേ കൊടുത്തു. അതായത് ED ആവശ്യപ്പെട്ടത് അവരെ അന്വേഷിക്കാതിരിക്കുകയോ ചെയ്യട്ടെ. ED വളരെ മാന്യമായിട്ട് ആ കാര്യത്തിൽ ഇടപെട്ടു. ED പറഞ്ഞത്, ഈ സ്വർണ്ണക്കടത്ത് കേസ് അന്വേഷണം അവസാനിക്കുന്നത് വരെ ജുഡീഷ്യൽ കമ്മീഷൻ ഞങ്ങളെ ഇന്റർഫിയർ ചെയ്യരുത്, ഞങ്ങളുടെ അന്വേഷണത്തെ തടസ്സപ്പെടുത്തരുത്, ഞങ്ങൾക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കരുത്. ഇതൊക്കെയാണ് ED ആവശ്യപ്പെട്ടത്. കോടതി അത് അനുവദിച്ചു, സ്റ്റേ കൊടുത്തു. ഈ ജുഡീഷ്യൽ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ, ഈ പറഞ്ഞതുപോലെ EDക്കെതിരായ അന്വേഷണം കൃത്യമായിട്ടും സ്വർണ്ണക്കടത്ത് കേസിന്റെ അന്വേഷണം തീരുന്നത് വരെ ആണ് സ്റ്റേ. സംസ്ഥാന സർക്കാർ അതിനെതിരെ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ പോയി. ഡിവിഷൻ ബെഞ്ച് ആ അപ്പീല് ഇപ്പോൾ വലിച്ചു കീറി ചവറ്റുകൊട്ടയിൽ ഇട്ടിരിക്കുകയാണ്. ഇതാണ് ഇവിടെ നടന്നിരിക്കുന്നത്. സത്യത്തിൽ ഇത് സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികൾക്ക് കുരുക്ക് മുറുകി. EDക്ക് ഫുൾ സപ്പോർട്ട് കോടതി കൊടുത്തിരിക്കുകയാണ്. നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോകൂ. ഇപ്പോൾ നിരവധി പേർ ആക്ഷേപം ഉന്നയിക്കുന്നു, സ്വർണ്ണക്കടത്ത് കേസ് എവിടെ എത്തി, ഈ എങ്ങനെ അന്വേഷിക്കും? സ്വർണ്ണക്കടത്ത് കേസ് അന്വേഷിക്കുന്നതിന് തടസ്സങ്ങളുമായിട്ട് ഒരു സംസ്ഥാന സർക്കാർ തന്നെ വരികയാണ്. അതിനെതിരെ എന്തെങ്കിലും ചെയ്താൽ അയ്യോ ഫെഡറൽ സംവിധാനം തകർക്കുന്നു, ഫാസിസ്റ്റ് സർക്കാരാണ് കേന്ദ്രം ഭരിക്കുന്നത്, സംസ്ഥാനത്തിന് വരിഞ്ഞു മുറുക്കുന്നു, സംസ്ഥാനത്തിന് സാമ്പത്തികം നൽകുന്നു. കഴിഞ്ഞ ദിവസം ഒരു ചാനലിന്റെ, ഏഷ്യാനെറ്റിന്റെ ആണ്, ഞാൻ സത്യത്തിൽ ഈ രാജീവ് ചന്ദ്രശേഖർ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ തന്നെ ചാനലിൽ വരുന്ന ഈ പ്രോഗ്രാമുകൾ വളരെ അരോചകമാണെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. എന്താണെന്ന് ഞാൻ പറയാം. ഈ സന്ദർഭവശാൽ ഇതിന്റെ ഭാഗമായിട്ട് പറയുന്നതാണ്. അതായത് ഒരു കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കോളേജിൽ ചെന്നിട്ട് അവിടുത്തെ നമ്മുടെ കേന്ദ്ര സർക്കാരിനെ കുറിച്ചും ഒക്കെ അതിന്റെ പെർഫോമൻസിനെ കുറിച്ചും ഒക്കെ ചെയ്യുകയാണ്. അപ്പോൾ ഒരു പെൺകുട്ടി പറയുകയാണ്, കേന്ദ്രം ഒന്നും തരുന്നില്ല, കേന്ദ്ര സർക്കാർ വരിഞ്ഞു മുറുക്കുകയാണ്, പിന്നെ സംസ്ഥാന സർക്കാരിന് വികസന പ്രവർത്തനങ്ങളൊന്നും നടത്താൻ പറ്റുന്നില്ല, ഇവിടെ ശമ്പളം കൊടുക്കാൻ പണമില്ല. ഈ പറയുന്ന ഈ വിദ്യാർത്ഥിനിക്ക്, ഒരു പെൺകുട്ടിയാണത് പറയുന്നത്, ഇതിന് യാതൊരു അടിസ്ഥാന വിവരവും ഇല്ലാത്ത ഒരു കുട്ടിയാണെന്ന് വളരെ വ്യക്തമാണ്. നമുക്കറിയാം 2004 മുതൽ 2014 വരെ കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന് കൊടുത്ത തുക എത്രയാണെന്നും
2014 മുതൽ 24 വരെ കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന് കൊടുത്ത തുക എത്രയാണെന്നും അറിയാം. വളരെ ലളിതമായിട്ട് കണക്ക് പറഞ്ഞാൽ ആദ്യത്തെ 10 വർഷം 50,000 കോടി കിട്ടിയിരുന്നെങ്കിൽ അടുത്ത 10 വർഷം 1.5 ലക്ഷം കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ ഗ്രാന്റ് ഇനത്തിൽ സംസ്ഥാന സർക്കാരിന് കൊടുത്തിരിക്കുന്നത്. അതായത് 3 ഇരട്ടി. ഇതൊന്നും അറിയാതെയാണ് ഇനി ഈ പറയുന്നത് പോലെ ഈ കേരളത്തിൽ ഇത്രയും വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നു, റോഡ് പണി അടക്കം, വിഴിഞ്ഞം തുറമുഖം അടക്കം, ഇതിനെല്ലാം കേന്ദ്ര സർക്കാരിൻ്റെ സഹായവും അനുമതിയും ഉണ്ടായില്ലേ? ഈ റോഡ് പണിക്ക് വലിയ രീതിയിൽ കേന്ദ്ര ഫണ്ടല്ലേ ഉപയോഗിച്ചിരിക്കുന്നത്? സംസ്ഥാന സർക്കാർ എന്താണ് അതിനു വേണ്ടി ചെയ്തിരിക്കുന്നത്? ഈ മെറ്റലും മണലും സിമെന്റും കൊണ്ടുവരുന്നതിൽ നികുതി ഇളവ് സംസ്ഥാനത്തിന്റെ നികുതി വേണ്ടെന്ന് വെച്ചു. ഏതാണ്ട് ഒരു 14,000 കോടി രൂപ അത് വരുമെന്ന് കൂട്ടിക്കോളൂ എല്ലാം കൂടെ. എങ്കിലും ഈ പറയുന്ന എത്രയോ ലക്ഷം, 1.5 ലക്ഷം കോടി രൂപയ്ക്ക്, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 1,52,000 കോടി രൂപയുടെ റോഡ് പണിയാണ് കേരളത്തിൽ നടക്കുന്നത്. അപ്പൊ ഇതെല്ലാം ചെയ്തിട്ടും ഇവിടെ നമ്മുടെ ഈ പുതിയ തലമുറ, അതിന് നമ്മൾ BJP-കാരെയും കുറ്റം പറയണം. കാരണം അവരിത് കൃത്യമായിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നില്ല. കേന്ദ്ര സർക്കാർ എന്താണ് ചെയ്യുന്നത്? നമുക്ക് രാഷ്ട്രീയം പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല, വിമർശിക്കേണ്ടടുത്ത് വിമർശിക്കാം. പക്ഷേ ഈ എന്താ പറയുക, ഇരുട്ടുകൊണ്ട് ഓട്ടയടക്കരുത്. അതുപോലെ തന്നെ ഇല്ലാത്ത കാര്യങ്ങൾ പറയരുത്. ഇത് ഈ ഇല്ലാത്ത കാര്യം പറഞ്ഞുകൊണ്ടാണ് ED-ക്കെതിരെ നീങ്ങിയത്. അപ്പോഴും ED കോടതിയിൽ പറഞ്ഞത് വളരെ വ്യക്തമായിട്ട് ED പറഞ്ഞു, ഒരു കേന്ദ്ര ഏജൻസിക്കെതിരെ സംസ്ഥാന സർക്കാരിന് ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിക്കാനുള്ള അവകാശമോ അധികാരമോ ഇല്ല, അതിന് നിയമം അനുവദിക്കുന്നില്ല. ഇത് നമ്മുടെ രാജ്യത്തെ നിയമമാണ്, അല്ലാതെ ഇത് ED ഒരു സുപ്രഭാതത്തിൽ ഉണ്ടാക്കിയതൊന്നുമല്ല. അപ്പൊ ഇതിനൊന്നും സാങ്കേതികമായും നിയമപരമായും ഒന്നും നിലനിൽപ്പില്ലാത്ത ഒരു കാര്യം ചെയ്തിട്ട് പിന്നെ കോടതി പോവുക, കോടതി പിന്നെ ആ അപ്പീൽ തള്ളുക, സത്യത്തിൽ നാണക്കേടാണ്. ഈ സംസ്ഥാന സർക്കാർ മലയാളികളെ സംബന്ധിച്ചിടത്തോളം, 3.25 കോടി മലയാളിയെ സംബന്ധിച്ചിടത്തോളം വലിയ നാണക്കേടാണ്. കാരണം ഇത്തരത്തിലുള്ള പൊറാട്ട് നാടകങ്ങൾ നടത്തി ഈ പറയുന്നത് പോലെ അന്വേഷണത്തെ വഴിമുടക്കാനും വഴിതിരിച്ചു വിടാനും ഒക്കെ വേണ്ടിയിട്ടുള്ള അടവ് നയങ്ങളാണ് ഇതൊക്കെ നടക്കുന്നത്. എന്തിനാ മടിയിൽ കനമില്ലെങ്കിൽ പിന്നെ എന്തിനാ ഭയപ്പെടുന്നത്? മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും ഒന്നും ഭയപ്പെടാനുള്ള യാതൊരു കാര്യങ്ങളും ഇതിലില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ അപ്പീലും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോകുന്നത്? ഇനിയിപ്പോൾ അടുത്തത് ഇവർ സുപ്രീം കോടതിയിൽ പോകാൻ സാധ്യതയുണ്ട്. ഇത് അനുവദിക്കണം, ഇത് കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന് മൂക്കുകയറിടുന്നു, ഇനി പുതിയ പുതിയ വ്യാഖ്യാനങ്ങൾ വരും. എന്നിട്ട് കോടതി വിധി തിരിച്ചടിയല്ല, വെറും സാങ്കേതികമാണ്, നമ്മുടെ ഫെഡറൽ സംവിധാനത്തിനനുസരിച്ചുള്ള അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഈ വരാല് വഴുതുന്നത് പോലെ വഴുതി പോകാൻ കമ്മ്യൂണിസ്റ്റുകാരുടെ അത്ര മിടുക്ക് ലോകത്ത് വേറെ ആർക്കുമില്ല. പക്ഷെ എൻ്റെ ചോദ്യം വളരെ ലളിതമാണ്. നിങ്ങൾ ആരെയാണ് ഭയപ്പെടുന്നത്? എന്തിനാണ് ഈ അന്വേഷണത്തിനെ തടസ്സപ്പെടുത്താൻ പോകുന്നത്? മുഖ്യമന്ത്രി പറഞ്ഞത് സ്വർണ്ണക്കടത്ത് നടന്ന് ആദ്യത്തെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞത് എന്താ? ഇത് രാജ്യാന്തര ബന്ധമുള്ളതാണ്, അതുകൊണ്ട് സംസ്ഥാന പോലീസ് അന്വേഷിച്ചാൽ നിൽക്കില്ല, അതുകൊണ്ട് കേന്ദ്ര ഏജൻസി അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി തന്നെയാണ് NIA ക്ഷണിച്ചു വരുത്തിയത്. അല്ലാതെ NIA ഞങ്ങളിത് അന്വേഷിച്ചോളാമേ എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്നതല്ല. കേന്ദ്ര സർക്കാർ NIA ഉന്തിത്തള്ളി ഇങ്ങോട്ട് വിട്ടതല്ല, ED-യെ ഉന്തിത്തള്ളി വിട്ടതല്ല. ഈ സംസ്ഥാനത്തെ അന്നത്തെ ആ സർക്കാരിലെ മന്ത്രിമാരടക്കമുള്ളവർ ED-യുടെ മുന്നിൽ പോയിരുന്നു ചോദ്യം ചെയ്യാൻ. എന്നിട്ട് പറഞ്ഞത് എന്താ? ഉന്നത വിദ്യാഭ്യാസ മന്ത്രി KT ജലീലിന് ക്ലീൻ ചിറ്റ് കൊടുത്തെന്ന് വാർത്തയും വന്നു ചാനലുകളിൽ. ED എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ അവിടുന്ന് ഇണ്ടാസ് ഇറക്കി, ആർക്കും ഒരു ക്ലീൻ ചിറ്റും കൊടുത്തിട്ടില്ല, അന്വേഷണം നടക്കുകയാണ്, അന്വേഷണത്തിന്റെ അവസാന ഘട്ടത്തിൽ മാത്രമേ അക്കാര്യത്തെക്കുറിച്ച് പറയാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് കൃത്യമായിട്ട് അവരവിടുന്ന് പത്രപ്രസ്താവന ഇറക്കേണ്ടി വന്നു. അപ്പൊ ഇതൊക്കെ ഈ അനാവശ്യമായി നമ്മുടെ എന്താ പറയണ്ടേ, സർക്കാർ സംവിധാനങ്ങളെ ദുരുപയോഗം ചെയ്ത് നാണക്കേടുണ്ടാക്കുക. അതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഇവിടെ വളരെ കൃത്യമായിട്ട് കോടതിയുടെ മുമ്പിൽ കൃത്യമായിട്ട് കേസിന്റെ മെറിറ്റ് ഉണ്ട്. കോടതി വളരെ സിംഗിൾ ബെഞ്ച് സ്റ്റേ ചെയ്തത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് പരിശോധിച്ചാൽ അത് മനസ്സിലാവും. അതുകൊണ്ട് ഡിവിഷൻ ബെഞ്ച് അതിൽ തൊടാൻ പോയില്ല, അപ്പീൽ തള്ളി, പോയി പണി നോക്കാൻ പറഞ്ഞിരിക്കുകയാണ്. വാസ്തവത്തിൽ ഇനിയിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ED-ക്ക് ഫുൾ സപ്പോർട്ട് കൊടുത്തിരിക്കുകയാണ് കേരള ഹൈക്കോടതി. ഈ കേസിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം. ഈ ജുഡീഷ്യൽ അന്വേഷണം നിങ്ങളെ അന്വേഷണത്തെ തടസ്സപ്പെടുത്താനുള്ളതാണ് എന്ന് കോടതി പറയാതെ പറഞ്ഞിരിക്കും. ഇനി ആർക്കും ഇടപെടാനും കഴിയില്ല. ഇവര് പക്ഷേ ഇപ്പോൾ സുപ്രീം കോടതിയിൽ പോകാനാണ് സാധ്യത. സുപ്രീം കോടതിയിൽ പോയി ഇനി അടുത്ത അവിടെ കുറെ വക്കീലന്മാർക്ക് കുറെ കാശും കൊടുക്കും. ഈ പറഞ്ഞതുപോലെ അവിടെ നിന്ന് എന്തെങ്കിലും ഈ സ്റ്റേയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഈ ED-യുടെ അന്വേഷണത്തെ തടസ്സപ്പെടുത്താനുള്ള എന്തെങ്കിലുമൊക്കെ പരിപാടികൾ ഒപ്പിക്കാൻ ശ്രമിക്കും. അത് തീർച്ചയായും. ഇനിയിപ്പോൾ ഇലക്ഷനും കൂടി വരാൻ പോവുകയാണ്.
ഈ സത്യത്തിൽ ഈ അപ്പീൽ തള്ളിയത് മഹാനാണക്കേടാണ് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച്. ഇനി ഒന്നിന് പുറകെ ഒന്നായിട്ട് ഇനിയും കേസുകൾ പലതും ഇതുപോലെ ഇരിക്കുകയാണ്, പെൻഡിങ് ഇരിക്കുകയാണ്. വരുന്ന 3-4 മാസത്തിനുള്ളിൽ ഒരുപാട് കാര്യങ്ങളിൽ വിധി വരാനുണ്ട്. SFIOയുടെ അടക്കം പല കാര്യങ്ങളും കോടതി നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ കൂടുതൽ അടികൾ വാങ്ങിക്കൂട്ടി നാണം കെട്ട് തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട ഒരവസ്ഥ കേരള സർക്കാരിന് ഉണ്ടാകാതിരിക്കട്ടെ.